നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ. കണ്ണിനെ കണി കണ്ടുണർന്ന മേടപ്പുലരി. കണി കാണലും കൈനീട്ടവും സദ്യയുമൊക്കെയായി നമുക്ക് ഈ വിഷു അടിച്ചു പൊളിക്കാം. മേടമാസം 1-ാം തീയതി വിഷുവും എന്ന പദത്തിൽ നിന്നാണ് വിഷു ഉണ്ടായത്. രാവും പകലും തുല്യമായി വരുന്ന ദിവസമെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ത്രിലോകങ്ങളെ വിറപ്പിച്ചിരുന്ന നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയാണ് വിഷു. ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ. ത്രിലോകങ്ങളെയും പീഡിപ്പിച്ചിരുന്ന ക്രൂരനായ നരകാസുരൻ. ദേവന്മാർക്കും അസുരന്മാർക്കും നരകാസുരനെ വലിയ ഭയം. ഒരു ദിവസം ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിക്കുകയും 16,000 ഗോപികമാരെ തടവിലാക്കുകയും ചെയ്തു നരകാസുരൻ. ഒടുവിൽ പരാതികൾ ഭഗവാൻ ശ്രീകൃഷ്ണനടുത്തെത്തി. ശ്രീകൃഷ്ണൻ ഭഗ്നിയായ സത്യഭാമയ്ക്കൊപ്പം ഗരുഡാരൂപിയായി ചെന്ന് നരകാസുരനോട് യുദ്ധം ചെയ്തു. നീണ്ട യുദ്ധത്തിനൊടുവിൽ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചു. ഈ ദിവസത്തെ തിന്മയുടെ മേൽ നന്മ വിജയം നേടിയ ദിവസമായി കൊണ്ടാടുന്നു. ഇരുട്ടിനുമേൽ വെളിച്ചം വിജയം നേടിയ ദിനം. കേരളത്തിലെ പ്രധാന വിളവെടുപ്പുത്സവം വിഷുവും കൃഷിയുമായി ബന്ധപ്പെട്ട് പലവിധ ആചാരങ്ങൾ ഇവിടുണ്ട്. മലയാളികളുടെ മനസ്സിൽ കണിക്കൊന്നകൾ പൂക്കുന്നത് കേവലം കാലഭേദങ്ങളിലൂടെയല്ല. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ പുനർജനിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒരു പുലർകാലം കണി കണ്ടുണരും. മണ്ണുമായി മനുഷ്യനുള്ള ജൈവ ബന്ധത്തിൻ്റെ കഥയാണ് വിഷു നമുക്ക് പറഞ്ഞു തരുന്നത്. മണ്ണും വിണ്ണും നിറയുന്ന കാലം, അകവും പുറവുമില്ല. വല്ലവും ഇല്ലവുമൊക്കെ ഒപ്പം നിറയും. കൊടിയ വേനലിൽ പൂർണ്ണ പുഷ്പിണികളായി നിൽക്കുന്ന കൊന്നത്തൈകൾ. വസന്തത്തിൻ്റെ മണികിലുക്കമാണ് എങ്ങും. വിഷുദിനത്തിൽ ഉറക്കമെഴുന്നേറ്റാൽ ആദ്യം കാണുന്നത് നമ്മൾ പ്രകൃതിയുടെ ഒരു മിനിയേച്ചർ. വിശ്വപ്രകൃതിയുടെ ഒരു മിനിയേച്ചർ ഒരുക്കി അത് കണി കണ്ടുണരും. വിഷുക്കണി ഒരു ധന്യാനുഭൂതിയാണ്. വിഷു ആണ്ടുപിറവിയായി കണ്ടിരുന്നത് കൊണ്ട് വിഷുഫലം വർഷാന്ത്യത്തോളം നമുക്കൊപ്പമുണ്ടാകും. മറ്റൊന്നിനും കാണാതിരിക്കാൻ കണ്ണുപൊത്തി കണിയുടെ മുന്നിൽ എത്തി കണ്ണു തുറക്കുന്നു. ദേവചിത്രങ്ങൾ, ദേവതാരൂപങ്ങൾ, കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, തേങ്ങ, അരി, വെള്ളം, വാൽക്കണ്ണാടി, വസ്ത്രം, സ്വർണം, കൊളുത്തിയ നിലവിളക്ക്, ബിംബ പ്രതിബിംബ ഭാവത്തിൽ വിശ്വപ്രകൃതി ഒന്നാകെ നമ്മുടെ മുറിക്കുള്ളിൽ. വിഷുക്കാലത്ത് നമുക്ക് കിട്ടുന്ന കൈനീട്ടം. കണി കണ്ടു കഴിഞ്ഞാൽ കുടുംബനാഥൻ പ്രിയജനങ്ങൾക്ക് നൽകുന്ന ഒരു ദ്രവ്യമാണിത്. കൊടുക്കുന്നവന് കൈനീട്ടം, വാങ്ങുന്നവന് കൈനേട്ടം. ഒരു വ്യക്തിയുടെ നീളുന്ന കൈകൾ അപര വ്യക്തിക്ക് നേട്ടമാകുന്ന പാരസ്പര്യത്തിൻ്റെ സൗമ്യവും ദീപ്തവുമായ അടയാളം. ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ. സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഓരോ കൈനീട്ടവും. മേടപ്പത്തിന് പ്രാധാന്യമേറെ. 10-ാമുദയം എന്ന പേരിൽ ക്ഷേത്രോത്സവങ്ങൾ. സവിതാവിൻ്റെ വരേണ്യമായ ഭർഗസ് ആരാധിക്കപ്പെടുന്ന കാലസന്ധി. വിഷുപ്പുലരിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കിളിശബ്ദമുണ്ട്. വിഷുപക്ഷി ഒരു ദേശാടന കിളിയാണ്. ചക്കയ്ക്കുപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, കള്ളൻ ചെക്കിട്ടു തുടങ്ങി എത്രയെത്ര പദാവലികളാണ് വിഷുപ്പുലരിയിൽ നമ്മൾ ആ കിളിശബ്ദം അനുകരിച്ച് പറയുന്നത്. വിഷുക്കണി ഒരുക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് കണിക്കൊന്ന. വിരിയുന്ന കണിക്കൊന്നയ്ക്ക് സ്വർണ്ണ നിറം കിട്ടിയതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് നാം വിഷുവായി ആഘോഷിക്കുന്നത്. ഇങ്ങനെ രാശി മാറുന്ന സൂര്യൻ്റെ ആദ്യ രശ്മികൾ വീഴുന്നിടം സ്വർണ്ണമായി തീരുമെന്നാണ് വിശ്വാസം. അങ്ങനെ മേടത്തിൽ വിരിയുന്ന കൊന്നയ്ക്ക് സ്വർണ്ണ നിറം ലഭിച്ചു. വിഷുക്കണിയിൽ കൊന്നപ്പൂവിനൊപ്പം സ്വർണം വയ്ക്കുന്നതും മേടസൂര്യനും സ്വർണവും തമ്മിലുള്ള ഈ ബന്ധം കൊണ്ടാണ്. വിഷുക്കാലത്തിൻ്റെ വരവറിയിച്ച് പൂത്തു നിൽക്കുന്ന കൊന്നമരങ്ങൾ. കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണിത്. ഒരു ഇല പോലുമില്ലാതെ കൊന്നമരം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നതിന് പിന്നിൽ ചില സൂത്രങ്ങളുണ്ട്. ഇലകളിലെ സുഷിരങ്ങളിലൂടെയുള്ള ജലനഷ്ടം പരമാവധി കുറയ്ക്കാനാണിത്. വിഷുപക്ഷി എന്ന് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. മഞ്ഞക്കിളിയോ മഞ്ഞക്കറുപ്പനോ ആണ് വിഷുപക്ഷി. ഒരിനം കൊയിലാണ് വിഷുപക്ഷി. ഇംഗ്ലീഷിൽ ഇന്ത്യൻ കുക്കു എന്നാണ് ഈ വിഷുപക്ഷിയെ വിളിക്കാറ്. ഈ പക്ഷി മനോഹരമായി വിഷുക്കാലത്ത് പാടുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ടാണ് ഇതിനെ വിഷുപക്ഷി എന്ന് വിളിക്കുന്നത്. ഇണയെ ആകർഷിക്കുകയാണ് ഈ പാട്ടുകളുടെ ലക്ഷ്യം. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ പ്രജനന കാലം. കതിരുകാണാക്കിളി, ഉത്തരായണക്കിളി എന്നിങ്ങനെയൊക്കെ പേരുകളുണ്ട് വിഷുപക്ഷിക്ക്. രാവിലെ കണി കണ്ടുണർന്നാൽ പിന്നെ വിഷു സദ്യയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെയും. എന്നാൽ വിഷു സദ്യ ഒരുക്കുന്നതിന് മുൻപ് പണ്ടൊക്കെ പുലർത്തിയിരുന്ന ഒരു ആചാരമുണ്ട്. വിഷു ദിവസം ആദ്യമായി നിലം ഉഴുതുമറിച്ച് വിത്തിടണം. ഇതിന് ചാലിടിയിൽ എന്നാണ് പറയാറുള്ളത്. കന്നുകാലികളെ കുളിപ്പിച്ച് കുരുതൊട്ട് കൊന്നപ്പൂക്കലുകൾ കൊണ്ട് അതിനെ അലങ്കരിച്ച് കൃഷിസ്ഥലത്ത് ആദ്യമെത്തിക്കും. പുതിയ വസ്ത്രം നിർബന്ധമല്ല, എങ്കിലും ഒരു പുതിയ മുണ്ട് എല്ലാവരും കരുതും. കാർഷികോപകരണങ്ങളൊക്കെ പുതിയവയായിരിക്കണം.
പിന്നീട് കന്നുകാലികളെ പൂട്ടി നിലം ഉഴുതുമറിക്കുന്നു. അതിനുശേഷം ചാലുകളിൽ അവിൽ, മലർ, ഓട്ടട എന്നിവ നേദിക്കും. കന്നുകാലികളെ കൃഷിസ്ഥലത്തെത്തിക്കുന്നതിന് തൊട്ടു മുൻപ് കൈക്കോട്ടുചാൽ എന്നൊരു ആചാരമുണ്ട്. വിഷുസദ്യ കഴിഞ്ഞാൽ ഒരു ആഘോഷമുണ്ട്, കൈക്കോട്ടുചാൽ. പുതിയ കൈക്കോട്ട് കഴുകി കുറി തൊടുവിപ്പിച്ച് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. അണിയിച്ചൊരുക്കിയ കൈക്കോട്ട് വീടിൻ്റെ കിഴക്കല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് പൂജിക്കും. അതിനുശേഷം കുറച്ചു സ്ഥലം കൊത്തിക്കിളയ്ക്കും. ഇങ്ങനെ കൊത്തിക്കിളച്ച സ്ഥലത്ത് കുഴിയെടുത്ത് അതിൽ നവധാന്യങ്ങൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ ഒരുമിച്ച് നടും. പാടങ്ങളിൽ കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ പറമ്പ് കൃഷിയിലും കർഷകർ തുടക്കമിടുന്ന കാഴ്ച. കൊന്നപ്പൂക്കൾ കൊലയോടെയും പിന്നെ അതിനൊപ്പം ഒടിച്ചെടുത്ത മാങ്ങകളും ചേർത്ത് വീടിൻ്റെ വാതിലിന് മുകളിൽ മധ്യഭാഗത്തായി തൂക്കിയിടുന്നത് കണ്ടിട്ടില്ലേ? ഇതിനെയാണ് കണികെട്ട് എന്ന് വിളിക്കുന്നത്. ആരെങ്കിലും അബദ്ധത്തിൽ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് ഈ കാഴ്ചയാകട്ടെ എന്നാണ് ഈ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. വിഷുദിനത്തിൻ്റെ തലേന്നാൾ പറമ്പിലെ ചപ്പുചവറുകൾ അടിച്ചുവാരി കത്തിക്കുന്ന പതിവുണ്ട്. കട്ടിളയും വാതിലും ജനാലയുമൊക്കെ പാറകത്തിൻ്റെ ഇല കൊണ്ട് തേച്ച് കഴുകി വൃത്തിയാക്കും. ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളുമൊക്കെ പുളിയും വെണ്ണീറും കൂട്ടി കഴുകി മിനുസപ്പെടുത്തും. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനുള്ളിൽ മഴ എത്തുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാലവർഷത്തിന് 45 ദിവസം. വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയെന്ന് എത്ര പേർക്കറിയാം? ഈ വിഷുക്കണിയുടെ പിന്നിലെ ഐതിഹ്യം എന്താണ്? പണ്ടുമുതലേ കണി ഒരുക്കുന്നതിന് ഒരു കൃത്യമായ രീതിയുണ്ട്. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണമുള്ളവ. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കൂ. തേച്ച് വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓട്ടുരുളിയിൽ കണിയൊരുക്കണം. ഉരുളി തേച്ച് വൃത്തിയാക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേരമുറി വയ്ക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന രീതി പല സ്ഥലങ്ങളിലുമുണ്ട്. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വയ്ക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയപ്പെട്ടത്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണ് വാൽക്കണ്ണാടി വയ്ക്കുന്നത്. ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നൊരു സത്യമുണ്ട്. ആ സത്യം നിങ്ങൾ വാൽക്കണ്ണാടിയിലൂടെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്വത്വം. ശ്രീകൃഷ്ണ വിഗ്രഹം ഇതിനടുത്ത് വയ്ക്കുക. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത്. തൊട്ടടുത്ത് താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വയ്ക്കണം. കുങ്കുമച്ചപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നു. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വയ്ക്കണം. ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതിയെ ഓർമ്മപ്പെടുത്തുന്നു. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നത് നല്ലതാണ്. കണി കണ്ടതിന് ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആ ധാരയായ ജലം കണ്ണിൽ തൊട്ട ശേഷം വേണം കണി കാണേണ്ടത്. പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ കണി ഒരുക്കാം. അല്ലാത്തവർക്ക് സ്വീകരണമുറിയിൽ കണി ഒരുക്കാം. കണി കണ്ട് കൈനീട്ടം വാങ്ങി കർഷകർ വയലിലേക്ക് പോകുന്ന കാഴ്ച അതൊരു ഉത്സവത്തിൻ്റെ തുടക്കമാണ്. അവിടെ പാടവരമ്പത്ത് അണിയിച്ചൊരുക്കി കുറി തൊട്ട് നിൽക്കുന്ന ആ കന്നുകാലികൾ കലപ്പയും ഞവരിയുമൊക്കെ കഴുകി വെച്ചത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ. അപ്പോഴേക്കും വിഷുവിൻ്റെ സന്ദേശവാഹകനായി വിഷുപക്ഷി എത്തിയിരിക്കും. ഉത്തരായന കിളിയെന്നും കതിരുകാണ കിളിയെന്നുമൊക്കെ വിഷുപക്ഷിയെ പഴമക്കാർ വിളിക്കും. ഉയർന്ന ചില്ലകളിലിരുന്ന് വിഷുപക്ഷി പാടും. അതിനൊപ്പം മൂളിപ്പാട്ട് പാടി കർഷകർ വയലിലേക്ക്. വിത്തും കൈക്കോട്ടും വെക്കം കയ്യേന്തു, വെട്ടം വീഴാറായി ചെത്തം കേൾക്കാറായി, ഒത്തുകിളച്ചിടാം വിത്തു വിതച്ചിടാം. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ കൃഷിയായുധങ്ങളുമായി പാടത്തേക്കിറങ്ങണം. അപ്പോഴതാ വീടിനുള്ളിൽ നിന്ന് കുട്ടികൾ പാടും. അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്, ചുരുളൻ പരിയത്ത്. കേരളത്തിന്റെ ചില സ്ഥലങ്ങളിൽ നോൺ വെജ് സദ്യകളുണ്ട്. വിഷു സദ്യയായി മനുഷ്യന് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും കണിയൊരുക്കണം. പ്ലാവുകളിൽ ചക്ക വിളയുന്ന കാലം, വീട്ടമ്മമാർ ചക്കപ്പുഴുക്കുണ്ടാക്കുന്ന കാലം. അപ്പോഴാണ് ചക്കയ്ക്കുപ്പുണ്ടോ എന്ന പാട്ട് ഉയർന്നു വരുന്നത്. വിഷുപക്ഷി ഒരു നാണം കുടുങ്ങി പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടുകെട്ടുക അത്ര എളുപ്പമല്ല. വിഷുപുലരിയിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കൊക്കുരുകിയിരിക്കുന്ന കാഴ്ച അതും ഒരു രസക്കാഴ്ച തന്നെ. മനസ്സിൻ്റെ മണിമുറ്റത്ത് സ്വർണ്ണവർണ്ണം വിതറിയ കൊന്നപ്പൂക്കളുടെ ഓർമ്മകളുമായി ഒരു വിഷു ദിനം കൂടി. വിഷുക്കണി കണ്ടതിന് ശേഷം വീടുകളിൽ പണ്ടൊക്കെ അവൽ അട വിളമ്പാറുണ്ട്.
പിന്നീട് വിഷുക്കട്ട. പലതരം വിഭവങ്ങളും പായസവും പപ്പടവും ഒക്കെയായി വിഭവ സമൃദ്ധമായ വിഷുസദ്യയാണ് പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ. വിഷുസദ്യയിൽ പ്രധാനം മാമ്പഴ പുളിശ്ശേരി, ചക്ക അവിയലും ഇടിച്ചക്കത്തോരനും പഴങ്ങൾ ചേർത്ത പച്ചടിയും ചക്കപ്രഥമനും പാൽപ്പായസവുമാണ് വിഷുസദ്യയിലെ പ്രധാന ആകർഷണങ്ങൾ. വിഷുവുമായി ബന്ധപ്പെട്ട് ഒരു രാമായണ കഥ കൂടിയുണ്ട്. ലങ്കാരാജാവായ രാവണൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് സർവ്വലോകങ്ങളെയും അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. സൂര്യൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെല്ലാം രാവണൻ്റെ അധീനതയിലും നിയന്ത്രണത്തിലും. രാവണൻ കോട്ടകളിലേക്ക് വെയിൽ നേരിട്ട് പതിക്കുന്നത് രാവണന് ഇഷ്ടമല്ല. സൂര്യൻ അതുകൊണ്ട് ലങ്കയുടെ നേർക്കൊരിക്കലും ഉദിച്ചിരുന്നില്ല. ചെറിയ രൂപത്തിലുള്ള സൂര്യപ്രകാശം മാത്രമേ ലങ്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കൂ. ഇത് കാരണം ത്രിലോകങ്ങളിലുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ ശ്രീരാമൻ രാവണനെ വധിക്കുകയും രാവണന്റെ നിയന്ത്രണത്തിൽ നിന്നും സൂര്യൻ മോചിതനാവുകയും ചെയ്തു. രാവണന്റെ മരണത്തിന് ശേഷം സൂര്യൻ പൂർണ്ണമായും ഉദിച്ചത് മേടം 1-ാം തീയതി. ലോകം മുഴുവൻ വെളിച്ചം ലഭിച്ച ദിനമായി വിഷുവിനെ ചിലർ കരുതുന്നു. കണി കണ്ടു കഴിയുമ്പോൾ വിഷുഫലം പറയുന്ന രീതി പല സ്ഥലങ്ങളിലുമുണ്ട്. ഒരു വ്യക്തിയുടെ വരാൻ പോകുന്ന വർഷം എങ്ങനെയായിരിക്കുമെന്ന സൂചനകളാണ് ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ നിർണ്ണയിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന സത്കൃത്യങ്ങളുടെ ഫലങ്ങൾ ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നുവെന്നാണ് പഴമക്കാരുടെ വിശ്വാസം. വിഷുഫലം പറയുന്ന രീതി പണ്ടുകാലത്ത് സർവ്വസാധാരണമായിരുന്നു. പണിക്കർ അഥവാ കണിയാൻ എന്നറിയപ്പെടുന്നവർ വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ചു പറയുന്ന രീതി. ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ കണക്കുകൂട്ടിയുള്ള വിഷുഫലമാണ് കണിയാൻ പറയുന്നത്. എത്ര പറ മഴ കിട്ടും, എത്ര ഇടിമിന്നലോടുകൂടിയ മഴയാവും ലഭിക്കുക, കാറ്റുണ്ടാകുമോ എന്നൊക്കെ കണിയാൻ ഗണിച്ച് പറയും. വിഷു സംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത്. അവർക്കിതിനായി ലഭിക്കുന്ന പ്രതിഫലത്തെ യാവന എന്ന് വിളിക്കുന്നു. മരണാസന്നനായ നരകാസുരൻ ഒടുവിൽ ശ്രീകൃഷ്ണനോട് ഒരു വരം ചോദിച്ചു. ഈ തിഥിയിൽ മംഗളസ്നാനമുള്ളവൻ നരകത്തിൽ കഷ്ടപ്പെടരുത്. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ആ വരം നൽകി. തൽഫലമായി അശ്വിൻ ചതുർദശി നരക ചതുർദശി എന്നറിയപ്പെട്ടു. ഇന്നേ ദിനം സൂര്യോദയത്തിന് മുൻപ് ആളുകൾ സഭ്യസ്നാനം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ നരകാസുരനെ വധിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ മടങ്ങി. നരകാസുരന്റെ രക്തം കൊണ്ടുള്ള തിലകം നെറ്റിയിൽ ചാർത്തി. നന്ദൻ അദ്ദേഹത്തിനൊരു ശുഭസ്നാനം നൽകി. ഒടുവിൽ അവിടുത്തെ അർച്ചനയിലൂടെ സ്ത്രീകൾ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.